What's up guys, Shrivin here from Mi10i Tech. Welcome to our latest video. ഇന്ന് നമുക്ക് ഇന്ത്യയിൽ വാങ്ങാൻ സാധിക്കുന്ന വൺ ഓഫ് ദി മോസ്റ്റ് അഫോർഡബിൾ 5G സ്മാർട്ട് ഫോണുകളിൽ ഒന്നാണ് ഷവോമിയുടെ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ള Mi10i എന്ന് പറയുന്ന മോഡൽ. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് Mi10iൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷൻസുമാണ്. സോ നിങ്ങൾ ഈ സ്മാർട്ട് ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ വീഡിയോ ഫുള്ളായി കാണുക. ഇറ്റ് വിൽ ബി വെരി വെരി യൂസ്ഫുൾ. So without wasting much time, let's jump into the unboxing. ഒരു ടിപ്പിക്കൽ ഷവോമി, റെഡ്മി, പോക്കോ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണുകളിലുള്ള ഒരു അൺബോക്സിംഗ് പ്രോസസ്സ് തന്നെയാണ് Mi10iയും നമുക്ക് ഓഫർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ ആയിട്ട് പുതുതായിട്ടൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. യെസ്, സ്മാർട്ട് ഫോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു മാറ്റ് ഫിനിഷൊക്കെ ഉള്ള ഒരു ക്ലിയർ TPU കേസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബോക്സിൽ. ഇയർഫോൺസ് ഒന്നും അവൈലബിൾ അല്ല. സോ ഇനി ഫോണിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കയ്യിലുള്ള ഈ വാരിയൻ്റ് എന്ന് പറയുന്നത് 8GB 128GB വേരിയൻ്റ് ആണ്. ഇതിൻ്റെ കളർ പെസിഫിക് സൺറൈസ് എന്ന് പറയുന്ന ഒരു കളർ വേരിയൻ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, സോ ഇത് കൂടാതെ ഒരു ബ്ലൂ വേരിയൻറ്റും ഒരു ബ്ലാക്ക് വേരിയൻ്റ് ഉണ്ട്. ബട്ട് എനിക്ക് പേഴ്സണലി ഈ കളർ വളരെയധികം ഇഷ്ടമായി. വളരെ സട്ടിലാണ്, വളരെ എലഗൻ്റ് ആണ്, ബ്യൂട്ടിഫുൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാനായിട്ട്. ഇതിൻ്റെ പിന്നിൽ ഒരു മാറ്റ് ഫിനിഷൊക്കെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കി പല സ്മാർട്ട് ഫോണുകളിലും കാണാറുള്ള പോലെ ഫിംഗർ പ്രിൻറ്റ്സ്, നമ്മൾ ഈ ഫോൺ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ഇംപ്രഷൻസ് ഒന്നും ഇതിൻ്റെ ബാക്കിൽ കാണാൻ സാധിക്കില്ല. ഇത് വരുന്നത് ഒരു ഗ്ലാസ് സാൻഡ്വിച്ച് ഡിസൈനുമായിട്ടാണ്. അതായത് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഫോൺ ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ വളരെ സ്മൂത്ത് ആയ, വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നതാണ്. അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഡിവൈസിന്റെ ഫ്രെയിം, ചുറ്റുമുള്ള ഈ ഫ്രെയിം ഒരു മെറ്റാലിക് ലുക്കാണ് തരുന്നത്. ബട്ട് മോസ്റ്റ് പ്രോബബ്ലി ഇത് പ്ലാസ്റ്റിക് ആവാനാണ് ചാൻസ്. ബട്ട് അതൊരു കുറവായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു പ്രൈസിങ്ങിൽ നമുക്ക് കിട്ടാവുന്നതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ബിൽഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിട്ടാണ് എനിക്ക് Mi10 ആദ്യത്തെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വെച്ചിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ജസ്റ്റ് പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കാം. ഫോണിന്റെ താഴെ തന്നെ നമുക്കൊരു ഹെഡ്ഫോൺ ജാക്കും Type-C കേബിളും സ്പീക്കർ ഗ്രിൽസും കാണാൻ സാധിക്കും. ഫോണിന്റെ നേരെ മുകളിൽ IR ബ്ലാസ്റ്റർ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോണിന്റെ ഒരു ഹോളും കാണാൻ സാധിക്കും. ഫോണിന്റെ റൈറ്റ് സൈഡിൽ ഒരു ഹൈബ്രിഡ് സിം സ്ലോട്ട് അവൈലബിൾ ആണ്. ലെഫ്റ്റ് സൈഡിൽ വോളിയം റോക്കേഴ്സും അതിന്റെ കൂടെ പവർ ബട്ടണും കാണാം. ഈ പവർ ബട്ടൺ തന്നെയാണ് ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഫിംഗർ പ്രിന്റ് സ്കാനറിന്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ലാഗും ഒന്നും ഞാൻ ഇതുവരെ നോട്ട് ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് നേരമായിട്ടുള്ളത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. ബട്ട് എല്ലാ തവണയും വളരെ ഈസി ആയിട്ട് ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് വിരലുകൊണ്ട് വെറുതെ തൊട്ട് കഴിഞ്ഞാൽ ഇത് അൺലോക്ക് ആവില്ല. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു സമയത്ത് മാത്രമേ ഈ ഫോൺ അൺലോക്ക് ചെയ്യുന്നുള്ളൂ. ഇത് ആക്ച്വലി ഒരു ഫുൾ പ്രൂഫിംഗ് ടെക്നിക്ക് ആയിട്ടാണ് ഷവോമി യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ വെറുതെ പോക്കറ്റിലൊക്കെ കൈയിടുന്ന സമയത്തോ അല്ലെങ്കിൽ വെറുതെ ഫോൺ ഹോൾഡ് ചെയ്യുന്ന സമയത്തോ അൺലോക്ക് ആവാതിരിക്കാനായിട്ട് ഈ ഒരു സംഭവം ഹെൽപ്പ് ചെയ്യുന്നതാണ്. Mi10i അത്യാവശ്യം ബൾക്കിയാണ്. വളരെ സ്ലീക്ക് ആയിട്ടുള്ള, ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. റീസെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള പോക്കോ എക്സ്ട്രീം ആയിട്ടെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് ഒരു ബൾക്കി ഒരു ഹെവിനെസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഫീല് ചെയ്യുന്നില്ല. കയ്യിൽ പിടിക്കുന്ന സമയത്ത് കുറച്ചും കൂടിയും സ്ലിം ആണ് സംഭവം. ഓക്കെ, സോ മൊത്തത്തിൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 23,000-25,000 താഴെ കിട്ടാവുന്ന സ്മാർട്ട് ഫോണുകളിൽ വെൽ ബിൽഡ് ആയിട്ടുള്ള ഒരു
സ്മാർട്ട് ഫോൺ ആയിട്ട് തന്നെയാണ് Mi10i എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ലഭിക്കുന്നത് 6.67 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഓഫർ ചെയ്യുന്ന ഒരു IPS LCD ഡിസ്പ്ലേ ആണ്. AMOLED ഡിസ്പ്ലേകളെ പോലെയുള്ള പഞ്ചി ആയിട്ടുള്ള കളേഴ്സോ ഡാർക്ക് ഡീപ്പ് ബ്ലാക്ക് കളേഴ്സോ കാണാൻ സാധിക്കില്ല എന്ന് വരും. ബട്ട് സ്റ്റിൽ IPS LCD ഡിസ്പ്ലേകളുടെ സ്റ്റാൻഡേർഡ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കളേഴ്സ് എല്ലാം വൈബ്രന്റ് ആണ്, അത്യാവശ്യം നല്ല വ്യൂയിങ് ആംഗിൾസും ഒക്കെ തന്നെയാണ്. ഏതൊരു യൂസറിന്റെയും സ്മാർട്ട് ഫോൺ എക്സ്പീരിയൻസ് കുറച്ചുകൂടി സ്മൂത്ത് ആക്കാനും ആ ഒരു ഫീല് ഭയങ്കര ഫ്ലോട്ട് ചെയ്യുന്ന പോലത്തെ ഒരു ഫീല് തരുന്നതിനും ഈ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു അഡാപ്റ്റീവ് സിങ്ക് ഡിസ്പ്ലേ ആണ്. അതായത് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ മൂവി കാണാനോ ഫോട്ടോ കാണാനോ അല്ലെങ്കിൽ ഗെയിം കളിക്കുകയാണോ അല്ലെങ്കിൽ നോർമലി ബ്രൗസ് ചെയ്യാനോ ആ ഒരു ഫംഗ്ഷനാലിറ്റിക്ക് അനുസരിച്ച് റിഫ്രഷ് റേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ചേഞ്ച് ആവുന്നതായിരിക്കും. Mi10iയുടെ പെർഫോമൻസ് പാർട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഓൾറെഡി ഇൻഫോം ചെയ്തിരുന്നു, എൻ്റെ കയ്യിലുള്ളത് 8GB 120GB വേരിയന്റ് ആണ്. ഇതിന്റെ 6GB അല്ലെങ്കിൽ 64GB വേരിയന്റും അവൈലബിൾ ആണ്. സോ ഇവിടുത്തെ റാം എന്ന് പറയുന്നത് LPDDR4X ടൈപ്പ് ആണ്. അതേപോലെ തന്നെ സ്റ്റോറേജ് നമുക്ക് കിട്ടാൻ പോകുന്നത് UFS 2.2 ആണ്. ഓക്കെ, സോ ഇനി പ്രൊസസ്സറിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 750G എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറുമായിട്ടാണ് Mi10i നമുക്ക് ലഭിക്കുന്നത്. ഒബ്വിയസ്ലി ഇതൊരു 5G കേപ്പബിലിറ്റി ഉള്ള പ്രൊസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 730G ഉള്ള സ്മാർട്ട് ഫോണുകളായിട്ടെല്ലാം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20-15% ഓഫ് ഇംപ്രൂവ്ഡ് CPU GPU പെർഫോമൻസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഞാനൊരു 2-3 മണിക്കൂർ മാത്രമേ ഇതുവരെ ഫോൺ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ഇടവേളയിൽ ഒരു തരത്തിലുള്ള ഒരു സ്റ്റട്ടറോ ലാഗോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എല്ലാം വളരെ സ്മൂത്ത് ആയിട്ടാണ് നടക്കുന്നത്. ഗെയിമിംഗ് പെർഫോമൻസ് അതുപോലെ ഡെയിലി സ്മാർട്ട് ഫോൺ പെർഫോമൻസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ റിവ്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുൾ റിവ്യൂ ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മിസ്സാക്കണ്ടല്ലോ. സോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ ടേൺ ഓൺ ദ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ. സോ ഇനി നമുക്ക് Mi10iന്റെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനി പ്രൊജക്ട് ചെയ്യുന്ന ക്യാമറയിലേക്ക് കിടക്കാം. സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ക്യാമറ അല്ലെങ്കിൽ പ്രൈമറി സെൻസർ എന്ന് പറയുന്നത് 108 മെഗാ പിക്സൽ വരുന്ന 108 മെഗാ പിക്സൽ വരുന്ന സാംസങ് HM2 എന്ന് പറഞ്ഞൊരു സെൻസറാണ്. അതിന്റെ കൂടെ 8 മെഗാ പിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ ലെൻസും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പേരിന് ജസ്റ്റ് നമ്പർ കൂട്ടാന്നുള്ള പോലെ തന്നെ എല്ലാ സ്മാർട്ട് ഫോണുകളിലും കാണുന്ന പോലെ തന്നെ 2 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ ലെൻസും 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് ഈ റിയർ ക്യാമറ സെറ്റപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു പഞ്ച് ഹോൾ ക്യാമറ കാണാൻ സാധിക്കും. 16 മെഗാ പിക്സലിന്റെ പഞ്ച് ഹോൾ ക്യാമറയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറച്ച് ഫോട്ടോസ് എല്ലാം ഞാൻ ക്യാപ്ചർ ചെയ്ത് നോക്കി, വളരെ ഇംപ്രസീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും കൂടുതൽ ടെസ്റ്റിംഗ് ഇനി ബാക്കിയുണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ റിവ്യൂവിൽ വിശദമായിട്ട് സംസാരിക്കാം. ഈ പറഞ്ഞ എല്ലാ സ്പെസിഫിക്കേഷനെയും പവർ ചെയ്യുന്നത് 4820 mAh വരുന്ന ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ്. അതിനെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 33 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറും ഇൻ ബോക്സിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തതായിട്ട് ഇനി ബാക്കിയുള്ളത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. ഒബ്വിയസ്ലി ഷാമിയുടെ ഫോണാണ്, MIUI 12 ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെതായ ചില ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു UI ആണ് MIUI 12 എന്ന് പറയുന്നത്. ബട്ട് അതുപോലെയുള്ള ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഫോൺ ബൂട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ബ്ലോട്ട്വെയർസ്, നമുക്ക് ആവശ്യമില്ലാത്ത കുറെ ആപ്സ് കാണാൻ സാധിക്കും. കുറേയൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാമെന്നുള്ളത് ഒരു നല്ലൊരു കാര്യമാണ്. സോ ഇതാണ് Mi10iന്റെ അൺബോക്സിംഗ് ഫസ്റ്റ് ഇംപ്രഷൻസും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഉടനടി ഡീറ്റെയിൽഡ് റിവ്യൂ വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെല്ലാം ഈ സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ട് അറിയണോ അതെല്ലാം കമന്റ് സെക്ഷനിലൂടെ നമ്മളോട് ചോദിക്കാം. വേണമെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് നമ്മൾ DM ചെയ്യുക, അതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്വിറ്ററിലും ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വരുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. I'll be back with another great video. Till then, bye.